നമസ്തേ, ജയകുമാർ പരമേശ്വരൻ. ഇന്ന് പറയുന്നത് പൊതുവെയുള്ള തുലാഭാരങ്ങളുടെ ഒരു ഫലത്തെ പറ്റിയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തർ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് തുലാഭാരം എന്ന് പറയുന്നത്. പൊതുവെ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനാണ് എങ്കിലും ഓരോ തുലാഭാരത്തിനും ഓരോ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള തുലാഭാരത്തിനും പ്രത്യേകമായ ഫലങ്ങളുണ്ട്. നമുക്ക് രോഗമുക്തിക്ക് വേണ്ടിയിട്ട് തുലാഭാരം നടത്താം. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗത്തിന്, അല്ലെങ്കിൽ നീർവീഴ്ച തുടങ്ങിയിട്ടുള്ള രോഗത്തിന്, വാതരോഗത്തിന്, വസൂരി വരാതിരിക്കുന്നതിന് അല്ലെങ്കിൽ വസൂരി രോഗനിവൃത്തിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സ്കിൻ അതായത് ചർമ്മ സംബന്ധമായ രോഗത്തിന്, ഹൃദ്രോഗത്തിന്, പ്രമേഹ രോഗത്തിന്, അങ്ങനെ വിവിധ രോഗവിഷയത്തിന് നമുക്ക് തുലാഭാരം നടത്താവുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ആയുർപുഷ്ടിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ രോഗാവസ്ഥയിലുള്ള ആൾക്കാർക്ക് രോഗനിവർത്തി വന്ന് ആയുർപുഷ്ടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് പൊതുവെ തുലാഭാരം നടത്താം. പഞ്ചസാര കൊണ്ട് നമ്മൾ തുലാഭാരം നടത്തുമെങ്കിൽ പ്രമേഹ രോഗനിവർത്തി ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഫലം. അതുപോലെ തന്നെ ശർക്കര കൊണ്ട് തുലാഭാരം നടത്തുകയാണെങ്കിൽ ഉദരരോഗ നിവർത്തിക്ക് വേണ്ടിയിട്ട് ശർക്കര കൊണ്ട് തുലാഭാരം നടത്താം. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ശാന്തത ഉണ്ടാകാൻ വേണ്ടിയിട്ട് കയർ കൊണ്ട് നമുക്ക് തുലാഭാരം നടത്താം. ജലസംബന്ധമായിട്ടുള്ള നീർക്കെട്ട്, അതുപോലെ തന്നെ ജലസംബന്ധമായ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകാൻ ജലം കൊണ്ട് തുലാഭാരം നടത്തണം. പൊതുവെ രോഗനിവൃത്തിക്ക് നമുക്ക് കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്താം. യൂറിനറി സംബന്ധമായ മൂത്ര സംബന്ധമായ രോഗവിഷയങ്ങളുണ്ടെങ്കിൽ അതിന് പ്രാർത്ഥിച്ച് നമുക്ക് ഇളനീര് കൊണ്ട് തുലാഭാരം നടത്താം. അങ്ങനെ നടത്തുന്നവർക്ക് അതിന് വളരെയധികം ശാന്തത ഉണ്ടായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. വാതരോഗ സംബന്ധമായിട്ടുള്ള രോഗശമനം ഉണ്ടാകാൻ വേണ്ടി പൂവമ്പഴം കൊണ്ട് തുലാഭാരം നടത്താവുന്നതാണ്. വസൂരി തുടങ്ങിയ രോഗങ്ങൾക്ക്, മാരകമായ രോഗങ്ങൾക്ക് നമുക്ക് കുരുമുളക് കൊണ്ട് തുലാഭാരം നടത്തിയാൽ അതിന് ശാന്തത ഉണ്ടാകും. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ അതിന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നാണയം കൊണ്ട് തുലാഭാരം നടത്തുകയാണെങ്കിൽ അതിന് ശാന്തത ഉണ്ടാകും. അമിതമായ വിശപ്പ് ഉണ്ടാകുന്നവർക്ക് ഉപ്പ് കൊണ്ട് തുലാഭാരം നടത്തിയാൽ അതിന് ശാന്തത ഉണ്ടാകും. ആയുർപുഷ്ടിക്ക് വേണ്ടിയിട്ട് എള്ള് കൊണ്ട് നമുക്ക് തുലാഭാരം നടത്താം. അപ്പം എള്ളോളം ആയുസ്സുണ്ടെങ്കിലും അത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് സങ്കല്പം. നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഉദ്ദിഷ്ട കാര്യത്തിന് നമുക്ക് സങ്കല്പിച്ചിട്ട് എല്ലാ ദ്രവ്യങ്ങൾ കൊണ്ടും തുലാഭാരം നടത്താവുന്നതാണ്. എങ്കിലും വിശേഷ ഗുണത്തെ പറ്റിയാണ് ഇതിൽ പറഞ്ഞത്. എല്ലാ ദേവതകൾക്കും നമുക്ക് തുലാഭാരം നടത്താവുന്നതാണ്. എങ്കിലും എള്ളുകൊണ്ട് തുലാഭാരം നടത്തുന്നത് പൊതുവെ ശിവക്ഷേത്രങ്ങളിലാണ്. ദേവീക്ഷേത്രത്തിൽ മഞ്ഞൾ കൊണ്ടും ശർക്കര കൊണ്ടും തുലാഭാരം നടത്താം വിശേഷമായിട്ട്. മറ്റെല്ലാം നടത്താമെങ്കിലും വിശേഷമായിട്ട് മഞ്ഞൾ കൊണ്ട് തുലാഭാരം നടത്തുന്നത് പൊതുവെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടും മംഗളകരമായ കാര്യത്തിനും ഉദ്ദിഷ്ടകാര്യപ്രാപ്തിക്കും എല്ലാമാണ്. അങ്ങനെ നിരവധി ദ്രവ്യങ്ങൾ കൊണ്ട് നിരവധി ഫലങ്ങളുണ്ട്. ഇതിൽ ചില ഫലങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരറിയുവാനും അവർക്ക് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നന്ദി, നമസ്തേ.